സ്നേഹമുള്ളവരെ, ഞാനിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിൽക്കുന്ന സമയത്താണ് BNC ചാനലിന്റെ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നമുക്കറിയാം, പത്തോടി റോഡിൽ വാഹനങ്ങൾ നിരന്തരമായി ബ്ലോക്കിൽ പെടുകയും നടന്നു പോകുന്ന ആളുകൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇടപെട്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇന്ന് പത്തോടി റോഡിൽ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് സുഖമായി പോകാൻ പറ്റുന്നു. നാട്ടുകാർക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്കറിയാം, ഞാൻ 2ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. മത്സരിക്കാൻ ഇവിടുത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ പോകാൻ 48 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 48 മണിക്കൂർ ബാക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിന്റെ സത്യാവസ്ഥ എൻ്റെ ഉപ്പളയിലെ എല്ലാ ആളുകൾക്കും അറിയാം. ആ വാർത്തയിൽ അവതാരകൻ പറയുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് ഗോൾഡൻ റഹ്മാൻ അഫ്ത വാങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നത് നമുക്കറിയാം. എൻ്റെ 10-21 വർഷത്തെ പൊതുപ്രവർത്തന ജീവിതത്തിൽ എൻ്റെ ഉപ്പളയിലെ മഞ്ചേശ്വരത്തെ ആളുകൾക്ക് കൃത്യമായി ഞാൻ ആരാണെന്ന് എന്താണെന്ന് അറിയാം. ഉപ്പളയിൽ ഈ വയ്യോര സ്ഥലങ്ങളിൽ കയ്യേറി പൊതുജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് സംസാരിച്ച് അവരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതം മാത്രമല്ല, ഞാനത് മാനനഷ്ട കേസിന് പോലും ഫയൽ ചെയ്യാൻ പോവുകയാണ്. തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് എന്നെ നല്ല കൃത്യമായിട്ട് അറിയാം. ഇവിടെ UDF ജയിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. ഇനി ആരെയും കൂട്ടുപിടിച്ചാൽ കൃത്യമായി ജനം ഇവിടെ വോട്ടിലൂടെ മറുപടി കൊടുക്കും.